ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ ഡേ 2 ആണ്. ഞാനിന്ന് 5:30 കഴിഞ്ഞപ്പോഴത്തേക്ക് എണീറ്റതേ ഉള്ളൂ. ഇപ്പോൾ ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ഡേ. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് ഐ എം ഫീലിംഗ് സോ ബ്ലെസ്ഡ്. മഴയും തണുപ്പൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും തോന്നത്തില്ല. എന്നാലും നമുക്ക് കമ്മിറ്റ്മെൻറ്റ് കൊടുത്തല്ലേ, അതുകൊണ്ട് ഞാൻ എണീറ്റേ. സോ I'm going to meditate and spend some time with myself. പിന്നെ കുറച്ച് നേരം ഞാൻ മെഡിറ്റേറ്റ് ചെയ്തു, എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ ഇന്നത്തെ ദിവസം തന്നതിന് ദൈവത്തോട് നന്ദി പറഞ്ഞു. ദൈവമേ, എന്നെ ബ്ലെസ് ചെയ്യണേ, ഗൈഡ് ചെയ്യണേ. ഞാൻ വീക്കായി പോകുമ്പോൾ എന്നെ കൊണ്ടിത് ചെയ്യാൻ പറ്റുന്ന റിമൈൻഡ് ചെയ്യണേ. സക്സസ്ഫുള്ളി ഈ ചാലഞ്ച് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ പുറത്തേക്ക് പോയി ജേർണൽ ചെയ്യാൻ തുടങ്ങി. അഫർമേഷൻസ് എഴുതി, എൻ്റെ ലൈഫിൽ തന്ന എല്ലാ കാര്യത്തിനും താങ്ക് യു പറഞ്ഞു. പിന്നെ ഞാൻ കുറേ നേരം വെറുതെ ഇരുന്നു, ഫോണൊന്നും ഇല്ലാതെ ജസ്റ്റ് ആകാശമൊക്കെ നോക്കി, പക്ഷികളെ നോക്കി, ചെടികളെ നോക്കി, മഴ പെയ്യുന്നതൊക്കെ നോക്കി. അങ്ങനെ ഈ മൊമെൻറ്റിലിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇന്നത്തെ മോർണിംഗ് ഭയങ്കര ഒരു ബ്ലെസ്ഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഭയങ്കര ഒരു സമാധാനവും സന്തോഷവും ഒക്കെ ഫീൽ ചെയ്തു. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ പുറത്ത് വന്നിരിക്കുകയാണ്. നല്ല രസമുണ്ട്. നമ്മളിടയ്ക്ക് വെറുതെ ഒന്നും ഇല്ലാതെ ഇരിക്കണം എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട് ഈ കിളികളുടെ ശബ്ദം കേട്ടിരിക്കാനും, ഒന്ന് അറിഞ്ഞ് ബ്രീത്ത് ചെയ്യാനും, കോൺഷ്യസ് ആയിട്ട് ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിൽക്കാനൊക്കെ നമ്മൾ മറന്നു പോകാറുണ്ട്. സോ നമ്മൾ കുറച്ച് നമ്മുടെ കൂടെ ഒന്ന് ഇരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കൂടെ ആവുക, എൻഡ് ചെയ്യുന്നതും നമ്മുടെ കൂടെ തന്നെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് നമ്മളങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ലൈഫ് പീസ്ഫുൾ ആവും, ബെറ്റർ ആവും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ നമ്മളിങ്ങനെ സർവൈവ് ചെയ്ത് ജീവിച്ച് മരിക്കേണ്ടവരല്ല. ഇവിടെ കുറേ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ഇവിടുത്തെ പ്രകൃതി കാണണം, ഇവിടുത്തെ മൃഗങ്ങളെ കാണണം, ഇതെല്ലാം ആസ്വദിക്കണം, പൂക്കളെ കാണണം, ഇതെല്ലാം ആസ്വദിക്കുക കൂടെ വേണം. നമ്മളെപ്പോഴും ഫോണിൽ ഇങ്ങനെ നോക്കി ഫുഡ് കഴിക്കുക, ഫോണിൽ ഇങ്ങനെ നോക്കി എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അടുത്തുള്ള മനുഷ്യരെ നോക്കുന്നില്ല, ചുറ്റുമുള്ള പ്രകൃതിയെ നോക്കുന്നില്ല. നമ്മുടെ സെൽഫിൽ നിന്നും നമ്മൾ ഈ പ്രകൃതിയിൽ നിന്നും ഡിസ്കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഭയങ്കര ലോസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. സോ സ്പെൻഡ് സം ടൈം വിത്ത് നേച്ചർ, സ്പെൻഡ് സം ടൈം വിത്ത് യുവർ സെൽഫ്. അത് നിങ്ങളുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും. ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് എൻ്റെ തന്നെ വോയിസിൽ ഞാൻ എഴുതിയിട്ടുള്ള അഫർമേഷൻസ്, എൻ്റെ പുതിയ സ്റ്റോറി ഞാൻ റെക്കോർഡ് ചെയ്ത് രാവിലെയും രാത്രിയൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എനിക്കിന്ന് എൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്യണം. അതുപോലെ ഓരോ തവണ അലാം വെച്ചിട്ട് അലാം അടിക്കുന്ന സമയത്ത് ഞാൻ എന്നെ തന്നെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ പുതിയ സ്റ്റോറി എന്നെ തന്നെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ എനിക്ക് കുറച്ച് ക്ലീനിങ് ചെയ്യാനുണ്ട്, കുറച്ച് നേരം എൻ്റെ കൂടെ ഇരിക്കണം, വേറെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുണ്ട്, പിന്നെ കുറച്ച് നേരം വർക്കൗട്ട് ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മൾ വേറെ ആരുടെ അഫർമേഷൻ കേൾക്കുന്നതിനെക്കാട്ടിയും ഏറ്റവും നല്ലത് നമ്മുടെ തന്നെ വോയിസ് നമ്മളെ പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ബ്രെയിനിനെ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീവൈർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നിങ്ങളതൊന്ന് രാവിലെ നല്ല എനർജി ആയിരുന്നു ഇന്ന് എനിക്ക്. പക്ഷേ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും മടി പിടിച്ചു തുടങ്ങി, ഭയങ്കര റെസിസ്റ്റൻസ് വന്നു തുടങ്ങി. എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ എനിക്ക് തോന്നുകയാണ്, ഇത് വർക്കാവോ, എന്തിനാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്, ആൾക്കാരെന്നെ കളിയാക്കിയാലോ, ഇങ്ങനെ ഒരുപാട് തോട്ട്സ് വന്നു. പിന്നെ ഇന്ന് ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എൻ്റെ ലൈഫ് സ്ക്രിപ്റ്റ് എഴുതണം, അതെൻ്റെ വോയിസിൽ റെക്കോർഡ് ചെയ്യണം, എനിക്കത് കേൾക്കണമെന്ന്. അത് ഞാൻ രാവിലെ ചെയ്യണമെന്ന് വിചാരിച്ച, പിന്നെ ഞാനിങ്ങനെ ചെയ്തില്ല. വൈകുന്നേരം ആയപ്പോൾ എനിക്ക് ഒരുപാട് റെസിസ്റ്റൻസ് ഫീൽ ചെയ്യും. ഇത് ഇന്ന് ചെയ്യണ്ട, നാളെ ചെയ്താൽ മതി, എനിക്കിന്ന് മടിയാണ്, അല്ലെങ്കിൽ എനിക്ക് ക്ഷീണം വരികയാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. എന്നാലും എനിക്ക് സെൽഫിനൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തതല്ലേ, ഞാൻ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ചെയ്തില്ലെങ്കിൽ മോശമാണ്. അതുകൊണ്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ക്ഷീണം വരുന്നുണ്ട്. എന്നാലും ഞാൻ ഇരുന്നിട്ട് ഇന്ന് എൻ്റെ ഒരു ലൈഫ് സ്ക്രിപ്റ്റ് എഴുതി, അഫർമേഷൻസ് എഴുതി, ഞാനത് റെക്കോർഡ് ചെയ്തു. ഇന്ന് കിടക്കുമ്പോൾ അത് ഞാൻ കേട്ടിട്ട് കിടക്കും. പിന്നെ എനിക്ക്
ഭയങ്കര ഒരു എംബാരസ്ഡ് ഫീല്, ഭയങ്കര ഒരു ടയേർഡായ പോലെയൊക്കെ ഫീൽ ചെയ്തു. പക്ഷെ ഫീലിങ്സ് അങ്ങനെ വന്നും പോയൊക്കെ നിൽക്കും. ഇന്നത്തെ ഒരു ദിവസത്തിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എപ്പോഴാണോ നിർത്തി പോകാൻ തോന്നുന്നത്, എപ്പോഴാണോ ഒരു മടി വരുന്നത്, അപ്പം തന്നെ നമ്മൾ ആക്ഷൻ എടുക്കണം. ഇല്ലെങ്കിൽ നമ്മളുടെ മൈൻഡ് ഇങ്ങനെ നമ്മളോട് പറയും, നീ ഇത് ചെയ്യേണ്ട, സാരമില്ല, നീ കുറച്ച് നിൻ്റെ അടുത്ത് കൈൻഡ് ആയിട്ടിരിക്കുക, ഇത് സ്റ്റാർട്ടിങ് അല്ലേ, നീ കുറച്ച് പതുക്കെ ബിൽഡ് ചെയ്താൽ മതി, ഇപ്പം നീ ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഇങ്ങനെ കംഫർട്ട് ചെയ്യും നമ്മളെ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, 1 2 3 കൗണ്ട് ചെയ്യുക, എന്നിട്ട് പോയി ചെയ്യാനുള്ള ടാസ്ക് വേഗം ചെയ്ത് തീർക്കുക. സോ അങ്ങനെയാണ് നമുക്ക് കൺസിസ്റ്റൻസി ഒക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. പുതിയ ന്യൂറൽ പാത്വേ ഒക്കെ കണക്റ്റായി വരണ്ടേ. ഇത്ര കാലം ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ, ഒരു പ്രോപ്പറായിട്ട് സെൽഫിനോട് പറയുന്ന ഒരു കാര്യവും ചെയ്യാതെ നടന്ന ഒരു പേഴ്സൺ ആയിരുന്നു. പെട്ടെന്ന് ഒരു ഷിഫ്റ്റ് വന്നപ്പോഴത്തേക്കും ഒരു ഷോക്ക് കിട്ടിയ പോലെയാണ്. ഞാൻ കുറേ റെസിസ്റ്റൻസ് ഒക്കെ വന്നെങ്കിൽ ഇന്നത്തെ ദിവസം എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ആക്റ്റീവായിട്ടിരുന്നു. ഇന്ന് ഞാനൊരു 10,000 സ്റ്റെപ്സിൻ്റെ അടുത്ത് നടന്നു. പ്രോപ്പറായിട്ട് ഫുഡ് കഴിച്ചു. ഇനിയും കുറച്ചും കൂടെ പോർഷൻ കൺട്രോൾ ചെയ്യാനുണ്ട്. പിന്നെ കുറച്ചും കൂടെ ടൈം മാനേജ് ചെയ്യാൻ ഞാൻ പഠിക്കണം. അതുപോലെ കുറച്ചും കൂടെ വെള്ളം കുടിക്കണം. പിന്നെ സ്ലീപ്പ് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യണം. കുറച്ചും കൂടെ എൻ്റെ സെൽഫുമായിട്ട് ഞാനൊന്ന് കണക്ട് ചെയ്യാനുണ്ട്. കുറേ കാര്യങ്ങളിൽ വർക്ക് ചെയ്യാനുണ്ട്. എന്നാലും ഇന്നത്തെ ദിവസം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഗിവ് അപ്പ് ചെയ്യാതെ ടാസ്കുകളെല്ലാം പറ്റുന്ന പോലെ ചെയ്തു. ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് ഇന്നത്തെ ദിവസം എനിക്ക് കിട്ടിയതിൽ. എൻ്റെ ലൈഫിൽ ഒരു ദിവസം കൂടെ നല്ല രീതിയിൽ കടന്നുപോയി. ഒരുപാട് ഏരിയയിൽ ഗ്രോത്ത് ഉണ്ടായി, ഒരുപാട് ലെസൺസ് പഠിച്ചു. അതുപോലെ ഇന്ന് എനിക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടായിരുന്നു. എൻ്റെ ശരീരം എന്നെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്തു. അതുപോലെ എനിക്ക് എൻ്റെ ചുറ്റും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പാരൻസും എൻ്റെ സിബ്ലിങ്സും അതുപോലെ ഒരുപാട് നല്ല ആൾക്കാരും എൻ്റെ ചുറ്റുമുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ, സ്നേഹിക്കാൻ. അതിനെല്ലാം ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. എൻ്റെ ചാനൽ ഇങ്ങനെ പതുക്കെ ഗ്രോ ആയി വരുന്നുണ്ട്. അത് കാണുന്ന സമയത്ത് വളരെയധികം സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് നല്ല കമൻസ് ചെയ്യുന്നുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഐ എം ഫീലിംഗ് സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് ഹാപ്പി. ഇതൊക്കെ എനിക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു മോട്ടിവേഷനാണ്. താങ്ക് യു സോ മച്ച് ഫോർ all your love and support and kindness. It means a lot to me and I appreciate that and God bless you all. So എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ഒക്കെ നമുക്ക് വന്നു കഴിഞ്ഞാലും നമ്മൾ 1 2 3 കൗണ്ട് ചെയ്തിട്ട് ജസ്റ്റ് ചെയ്യാനുള്ള കാര്യം ചെയ്യുക. നമ്മുടെ ആ ഫീലിങ്സിനെ നമ്മൾ അത്ര അങ്ങോട്ട് മാനിക്കണ്ട. നമ്മൾ ആ ഫീലിങ്സ് നമ്മൾ അത്ര അങ്ങോട്ട് നോക്കണ്ട. നമ്മുടെ ഗ്രോത്തിനെ തടയുന്ന നമ്മൾ തന്നെ. നമ്മളിങ്ങനെ ഓരോ എക്സ്ക്യൂസ് നമ്മളോട് തന്നെ പറഞ്ഞ് എനിക്ക് വയ്യ, എനിക്ക് ക്ഷീണമാണ്, മടിയാണ്, അല്ലെങ്കിൽ നാളെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് കഴിഞ്ഞാൽ നാളെ നീളെ ഒന്നും നടക്കലുണ്ടാവില്ല. സോ നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്ത് തീർക്കുക. നമ്മളോട് എക്സ്ക്യൂസ് പറയാതിരിക്കുക. റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് ചെയ്യുക. അങ്ങനെയാണ് പുതിയ ഹാബിറ്റ്സ് ബിൽഡ് ആവുള്ളൂ. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്, ബ്രെയിൻ ഈസ് ദ ക്രീച്ചർ ഓഫ് റെപ്പിറ്റേഷൻ. നമ്മൾ എന്താണോ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നത് അതായിട്ട് മാറും നമ്മൾ. നമ്മുടെ ചിന്തകൾ, നമ്മുടെ സെൽഫ് ടോക്ക് എല്ലാം നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബി അവെയർ. ഞാൻ എന്നോടും കൂടിയാണ് പറയുന്നത്. ഞാനിപ്പോൾ പുതിയ പോഡ്കാസ്റ്റ് കാണുമ്പോഴും പുസ്തകങ്ങൾ വായിക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ ഷെയർ ചെയ്തത്. സോ നിങ്ങൾ നിങ്ങളുടെ സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ടേക്ക് ഗുഡ് കെയർ ഓഫ് യുവർ സെൽഫ്, ടേക്ക് ഗുഡ് കെയർ ഓഫ് യുവർ ഹെൽത്ത്. പിന്നെ സ്റ്റാർട്ട് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് എംബാരസ്ഡ് ആയിട്ട് ഫീൽ ചെയ്താലും എന്ത് ചമ്മൽ വന്നാലും നമ്മളിങ്ങനെ പഠിക്കുള്ളൂ. മിസ്റ്റേക്സ് വരുത്തുന്നത് ഒരിക്കലും ഫെയിലിയർ അല്ല. മിസ്റ്റേക്സ് വരുത്തി തന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് പഠിക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യം കാണിക്കുക, ഇഷ്ടമുള്ള ജീവിതം ജീവിക്കാനുള്ളൊരു ധൈര്യം കാണിക്കുക. സോ ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ഞാൻ ആക്ഷൻ എടുക്കുന്നുണ്ട്. അതിൽ ഞാൻ എന്നെ ഓർത്ത് പ്രൗഡാണ്. ഐ അഡ്മയർ മൈ സെൽഫ് ആൻഡ് ഐ റെസ്പെക്ട് മൈ സെൽഫ്. ബിക്കോസ് ഒരുപാട് റെസിസ്റ്റൻസ് എന്ന് വന്നിട്ടും ആക്ഷൻ എടുത്തതിന്, വർക്ക് ചെയ്തതിനൊക്കെ. നമ്മുടെ ലൈഫ് മാറണമെന്നുണ്ടെങ്കിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ആദ്യം ചെറിയ ചെറിയ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യുക. അതുപോലും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെ നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ
ഇന്നത്തെ ദിവസം തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസം ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. താങ്ക് യു സോ മച്ച്. സോ ഗുഡ് നൈറ്റ്. ഞാൻ കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്ത് എൻ്റെ സെൽഫിൻ്റെ കൂടെ ഇരുന്നിട്ട് ഞാൻ ഉറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഇറ്റ് മീൻസ് എ ലോട്ട് ആൻഡ് ഐ ലവ് യു ഓൾ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജീവിതം ജീവിക്കാൻ പറ്റട്ടെ. നല്ല സന്തോഷമായി സമാധാനമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റട്ടെ. Always love yourself and invest in yourself. Take good care of yourself. You deserve that. So, bye. Good night.